ഒരു ചെറിയ പ്രശ്നം കേട്ടോ. ബൈക്കിന് ടയർ വന്നിട്ട് ഒരു കോട്ടം പോലെ ബെയറിംഗ് ആയിരിക്കുമോ? ഇപ്പോൾ ഓട്ടിച്ച ആ ടയർ മാറ്റിയ സമയത്ത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പോകാം. മണി 6:30 മണി ആയിട്ടുണ്ട് വൈകുന്നേരം. ഡയറക്ടർ 5 മെയ് 2025 മണി 6:30 മണിയായി. ജോലിക്ക് പോകാൻ സമയമായി. അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ സൊമാറ്റോ വ്ളോഗ് നമ്പർ അതല്ല സോറി. അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് ഇത് സൊമാറ്റോ വ്ളോഗ് നമ്പർ 132 ചെയ്യാൻ പോകുന്നത്. വൈകുന്നേരം എപ്പോഴും പോലെ ഒരു 4 മണിക്കൂർ വർക്ക് ചെയ്യാൻ പോകുന്നു. എന്റെ കൊച്ചിന് ഒരിക്കൽ അവളെ കൊച്ചിപ്പം ഇന്നലെ വേറെ കൊച്ചായിരുന്നു, ഇപ്പൊ വേറെ കൊച്ച്. അമ്മയുടെ ഉടുപ്പ് ഇട്ട് കൊടുക്കുന്ന മറ്റു കൊച്ചോടെ മാളൂട്ടി ദിവസം ഓരോ കൊച്ചി. ഇന്നീ കൊച്ചി അത് പിന്നെ സമയം ആ ഫോട്ടോ കാണിച്ചാ സെൽഫി എടുത്താ ശരി പെട്ടെന്ന് ഇതൊക്കെ കാണണം. അവൾക്ക് സമയം പോകണ്ട, എന്ത് ചെയ്യാൻ അല്ലേ? പെട്ടെന്ന് വാ വ്ളോഗ് പോയിക്കൊണ്ടേ. ഫോട്ടോ കാണിച്ചാ അതാണ് സെൽഫി. ഇതിന്റെ പേരെന്തോ? കൊച്ചിന്റെ പേര് അപ്പു ഐഷൂട്ടി സെൽഫിയാണ് കേട്ടാ. സൂപ്പർ അല്ലേ, ക്യൂട്ടായി. ശരി എപ്പടി സമയം പോന്നാ. അപ്പോ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും അവിടെ പോയി പറയാം. ഇപ്പോൾ ഓടിച്ചെന്ന് പറ. ഉഷാറോട് പറയണല്ലേ? കട്ടക്ക് നിൽക്കണം. ഓക്കെ റെഡിയായി. ഓർഡർ പോയി എടുക്കാം. ഓഹോ വണ്ടിയിൽ ഒന്നുകൊണ്ടിരിക്കണം. ഇപ്പം വണ്ടിയില്ല. പെട്ടെന്ന് കയറി സൂചിച്ചാൽ അത്രേ ഉള്ളൂ. കൊട്ടൊക്കെ നിൽക്കണം. ഓ എനിക്ക് തോന്നുന്നു ലൈഫ് അല്ലേ ഓരോ ദിവസം പോരാട്ടം മാത്രം തന്നെ. പൈസ ഉണ്ടാക്കാൻ പറഞ്ഞ പാടുന്ന നമുക്കേ അറിയുള്ളൂ. ഒരു ദിവസം ഒരു 500-1000 ഉണ്ടാക്കി ആ പൈസ അതിൽ നിന്ന് ചിലവാക്കിയിട്ട് ബാക്കി കൈ വരണം പോലും ഇല്ല. അതാണ് മെയിൻ വിഷയം. എവിടെ നമ്പർ 4847 ഇത് തന്നെ ബട്ടർ ചിക്കൻ. ഓക്കെ ഓർഡർ പിക്ക്ഡ്. അത്രേ ഉള്ളൂ. ഓർഡർ പിക്ക് ചെയ്യുക, കൊണ്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ജോലി. പറയാൻ സിമ്പിളായിരിക്കും, പക്ഷേ ജോലി ചെയ്യുമ്പോൾ അറിയുള്ളൂ എന്ത് പാടുന്നുള്ളത്. ഓക്കെ അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പുഞ്ചക്കരിയാണ്. ഇവിടുന്ന് കറക്റ്റ് 4.9 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:15 മണിയായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ ഓർഡർ ഇല്ല. ഇപ്പോൾ 7 to 10 വരെ 3 മണിക്കൂറിൽ ഒരു 4-5 ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ മതി. ഇൻസെൻറ്റീവ് കിട്ടും. അത്ര തന്നെ. എല്ലാം കൂടെ ഒരു 450 കിട്ടിയാൽ ധാരാളം. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്താഴ്ച? തിങ്കളാഴ്ച. മൺഡേ. അയ്യോ മൺഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മണ്ടയ്ക്കകത്ത് കത്തും അല്ലേ? തിങ്കളാഴ്ച രാവിലെ ആകുമ്പോൾ ജോലിക്കാൻ തോന്നില്ല. അതിൻ്റെ മെയിൻ കാരണം ജോലി ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയാണ്. എല്ലാ ദിവസവും ഞായറാഴ്ച പോലെയാണ്. അങ്ങനെ ഇതൊന്നുമില്ല, വിഷമൊന്നുമില്ല ജോലിക്ക് പോകണതിന്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബർ മാത്രമേ അറിയുള്ളൂ യൂട്യൂബ് എന്ത് പാടുന്നുള്ള കാര്യം. അതിനകത്ത് മെയിൻ വിഷയം പ്രഷർ എന്ന് പറയുന്നത് വരുമാനം. നമ്മൾ അതിനകത്ത് കുറേ കണ്ടിട്ട് അത് നല്ലപോലെ റീച്ചായി അതിൽ നിന്നൊരു റവന്യൂ എടുക്കാൻ പറഞ്ഞാൽ പാടുന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇത്ര നേരം ഒരു ബ്ലോക്കിലായിരുന്നു. കറക്റ്റ് നമ്മൾ ഇറങ്ങിയ സമയത്ത് എവിടെ നിന്ന് ബ്ലോക്ക് വരാമെന്നോ ഒരു പിടിയില്ല. എന്തിനാണ് കാണിക്കുന്നത്? ദൈവത്തിന് പോലും ഇത്തിരി മനസാക്ഷിയില്ലായിപ്പോയില്ല. 840 രൂപയാണ്. അല്ലാതെ 10 മിനിറ്റ് ഇവിടെ തന്നെ പോവുകയാണ്. സമയമാണ് ഏറ്റവും വലിയ കാര്യം. നോക്കി ഇപ്പോൾ പെട്രോൾ അടിക്കാം 110 രൂപ. 110 അടച്ചുണ്ടേ. ഓക്കെ പെട്രോൾ അടിച്ചാച്ച് നമുക്ക് നേരെ പോകാം. കമോൺ സമയം എന്തോ വണ്ടി ഓഫ് ആക്കിയത്. സ്റ്റാൻഡേർഡ് ആവശ്യമില്ല സുധീഷ. എന്തിട്ടത് ചുമ്മാ ഇട്ടത്. ഓക്കെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ ഡെലിവർ. അപ്പോൾ ഓക്കെ പോകുന്ന. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 47 രൂപ 23 പൈസയാണ്. സെൽഫി ഇപ്പോൾ എന്ത് ചെയ്യാം? ഹെൽമെറ്റ് വരണോ? ഹെൽമെറ്റ് ഊരാ എടുത്ത് നോക്കാം. പറ്റുന്ന കൂടെ ട്രൈ ചെയ്യുന്നാലും ശരി. ഇത് നടക്കുന്നോളല്ല. ഹെൽമെറ്റ് ഊരിയൊക്കെ അല്ലെങ്കിൽ പണിയായിപ്പോൾ ലാസ്റ്റ് ഇൻസെൻറ്റീവ് അടിച്ചിരുന്നുണ്ടെങ്കിൽ. ഓക്കെ അടുത്ത ഓർഡർ അടിച്ചാച്ച്. സംഭവം കൊള്ളാമല്ലോ. 100 രൂപ. ഇത് സർജുണ്ട്. മഴ പെയ്യുന്നില്ല. സർജ് ആക്റ്റീവ് കിടക്കണം. കുഴപ്പമില്ല. 30 ടിപ്പും ഉണ്ട്. ആക്സെപ്റ്റ് ഉണ്ട്. ഗ്രീൻ പിസേറിയ. ഐ ഹാവ് എ ഡെലിവറി ബാഗും എല്ലാം ഉണ്ട്. ഡെലിവറി ബാഗും ഉണ്ട്. കെയർഫുള്ളായിട്ട് പോകാൻ ചെയ്യാം, പതുക്കെ പോകാൻ ചെയ്യാം. സംഭവം പിസയാണ്. പതുക്കെ പോകാൻ കാണിക്കുകയാണ്. എപ്പോഴെങ്ങനെ കാണിക്കോളും. മെയിനായിട്ട് കട്ടർ ബമ്പ് വരാൻ നേരത്ത് പതുക്കെ പോയാൽ മതി. ഇപ്പോൾ ഗ്രീൻ പിസേറിയ ഇവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ ഓർഡർ ഈസ് റെഡി. പിക്ക് നൗ. പോയി എടുക്കാം. പിസേറിയ ഗ്രീൻ പിസേറിയ പുഷ്. നമ്മൾ ഓർഡർ എവിടെ? 0466 എടുക്കുകയാണേ. ഓക്കെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കണം. സ്കാൻ QR. ഓക്കെ ഓർഡർ പിക്ക്. അത്ര രാഗങ്ങൾ പാടുകിன்ற നാദ വെള്ളങ്ങൾ
ഓർഡർ പിക്ക് ആയാച്ച് മൂടി വച്ചാച്ച് ടിപ്പുണ്ടല്ലേ 30 രൂപ. ശരി, താങ്ക്സ് കൊടുത്തേക്കാം. ബാ പോന്നാ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഈഞ്ചക്കൽ. ഇവിടെ നിന്ന് കറക്റ്റ് 4 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ കൊണ്ടുപോകുന്നതായിട്ട് പിസയാണ്, വേറെ വിഷയമൊന്നുമില്ല. പിസയാകുമ്പോൾ പതുക്കെ പോകണം. കട്ടറും കുഴിയും കുറേ ഉണ്ട്, അനങ്ങാതെ ആട്ടാതെ കൊണ്ടുപോകണം കേട്ടല്ലോ. ഏയ് രാഗങ്ങൾ പാടുകിன்ற നാദ വെള്ളങ്ങൾ ഞാൻ என்றுം കാണുകിன்ற പാവ എണ്ണങ്ങൾ. ഇവിടുന്ന് ലെഫ്റ്റ് പിന്നെ റൈറ്റ്, അത്ര തന്നെ. ഇവിടെ നേരെ പോകുന്ന ഹൈവേ ആണ്. ഹൈവേ കയറി നേരെ പോയാൽ മതി ഈഞ്ചക്കലോട്ട്. ഇതാണ് എളുപ്പ റൂട്ട് മാപ്പ് കാണിക്കുന്നത്. സുധീഷ് എന്തെങ്കിലും പറ, ചുമ്മാ പാട്ട് പാടിയാൽ പോരാ, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോകണം അല്ലേ? എന്തെങ്കിലും ഇൻട്രസ്റ്റ് എന്ത് പറയാം, വേറെ ഒന്നും പറയാം. പിന്നെ ഈ മാസത്തെ കാര്യങ്ങൾ കുറേ ഉണ്ട്, അതാണ് മെയിൻ വിഷയം. പൈസ സ്കൂളിൽ ചേർക്കണം, പിന്നെ വീട്ടുവാടക കൊടുക്കണം, ലോൺ അടയ്ക്കണം, ബൈക്ക് ലോൺ അടയ്ക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ടൈറ്റായി നിൽക്കുകയാണ്. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണത്. ശരിയാവും, അതൊക്കെ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവും അല്ലേ? നമ്മൾ ചെയ്യേണ്ട ജോലി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും പറയുമ്പോൾ തന്നെ ഒരൊറ്റ ജന്മം മതിയല്ലേ മനുഷ്യനായിട്ട് പറഞ്ഞാൽ മതി, ധാരാളം. സത്യം പറഞ്ഞാൽ പൈസ എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്, ഒരുപാടുണ്ടെങ്കിലും അതൊരു വേറെ വിഷയങ്ങളാണ് അല്ലേ? ദൈവം എല്ലാം തികച്ച് തരുമല്ലോ, എന്തെങ്കിലും ഒരു കുറവ് എപ്പോഴും കാണും. ഓക്കെ, നമ്മൾ ഈഞ്ചക്കൽ എത്തിയിട്ടുണ്ട്. ഈഞ്ചക്കൽ ലെഫ്റ്റ് എടുക്കണം. കൈരളി ഗാർഡൻ ഇവിടെ തന്നെ, കൈരളി നഗറാണ് ഗാർഡൻ. എന്താവട്ടെ, ഇവിടുന്ന് ഒരു 100 മീറ്റർ ദൂരമേ എളുത്താറായി. ആ പാട്ട് കറക്റ്റ് പാടം നോക്കിയാണ്. ഏത് പാട്ട്? സെന്യോറിറ്റ ഐ ലവ് യു. ആ പാട്ടിൻ്റെ അനുപല്ലവി എന്ന് കറക്റ്റ് പാടം നോക്കിയാണ്. പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വരി മറന്നു പോകണം. രാഗങ്ങൾ പാടുകിன்ற നാദവെള്ളങ്ങൾ, അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. നാദോറും ഒன்றല്ല ആരംഭം ഇன்றല്ല എങ്കെങ്കോ സെല്ലുതേ എന്നുതേ വീട്ടുക്ക് വന്നാച്ച്. അത് വീട് ലവൻ കാണാനില്ല. നമ്മൾ നോക്കണ നമ്പർ കറക്റ്റായിട്ട് മിസ്സാവും. അതെങ്ങനെ നടന്നോട്ടെ അല്ലേ? അപ്പുറത്തെ വീടായിരിക്കും. ബാ. ഹലോ, സൊമാറ്റോ ആണേ. ഓക്കെ, ശരി, വെൽക്കം. അങ്ങനെ 3ാമത്തെ ഓർഡർ ഡെലിവേർഡ്. നേരെ ഇങ്ങോട്ട് പോകാൻ മാൾ ഓഫ് ട്രാവൻകൂറിൽ പോയാൽ ഓർഡർ അടിക്കും, പക്ഷേ മോളിൽ കയറണം, മേക്കട് ഗ്യാസ്. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 99 രൂപ 40 പൈസയാണ്. സർച്ച് എപ്പോഴും ഓണാണ്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. തക്വ റെസ്റ്റോറൻറ്റ്. ഓക്കെ, അടുത്ത് ഈഞ്ചക്കല്ലേ. സെന്യോറിറ്റ ഐ ലവ് യു മൈ സ്വീറ്റ് ഹാർട്ട് യു ലവ് മീ. അപ്പോൾ സുധീഷിന് പാടാൻ പറ്റൂല്ലേ? പറ്റും. പറ്റാത്തത് അത് പാട്ട് നമ്മൾ പാടും ഈസി ആയിട്ട്. ഒരു 1/2 മണിക്കൂറോ കാണാൻ പഠിക്കണമെങ്കിൽ. വന്ന വഴി മറന്നു പോയെന്ന് തോന്നണം കേട്ടോ. റൈറ്റിലോട്ട് മറക്കാൻ പാടില്ല അങ്ങനെ സുധീഷേ. ഓക്കെ, റെഡി ആയി. പോയി എടുക്കാം. എന്തായാലും ഇപ്പോഴത്തെ ക്രോസ് ചെയ്ത് പോകണം. വേണമെങ്കിൽ കറങ്ങി പോകാമായിരുന്നു. അതുവഴി 1 കിലോമീറ്റർ കറങ്ങി പോകണം. അതുകൊണ്ട് ഇതുവഴി പയ്യെ കയറി പോകാൻ സ്ഥലം ഉണ്ടോ സുധീഷ്? നോക്ക്. ആ സ്ഥലമൊക്കെ കൊണ്ട് പയ്യെ കയറി പോകാം. ബാ, അങ്ങോട്ട് വണ്ടി പോകുന്നുള്ളൂ, ആൾക്കാർ നടക്കാൻ കുഴപ്പമൊന്നുമില്ല. റോഡൊക്കെ ഈ പരുവായാ. ഇതിനകത്തൂടെ എങ്ങനെ ഇപ്പോൾ സുധീഷേ നടന്ന്? ബാ, ഇങ്ങനെ പോകാം. ബാ, വഴിയൊക്കെ കൊണ്ട് ഇഷ്ടം പോലെ. സുധീഷിന് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. ഈ പണിയൊക്കെ എപ്പം തീർന്ന് വണ്ടികൾ എപ്പോൾ വഴി പോവാൻ മെനക്കെട് കേസായി ഓരോ പ്രാവശ്യം അല്ലേ. തക്വ റെസ്റ്റോറൻറ്റ് റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. ഓർഡർ എന്നാ വണ്ടിയാണ് കയറിപ്പോ. TN02 പോങ്കണ്ണേ, ശീക്രം പോങ്ക. 1305 ഇതിൽ ഷവർമ, ചിക്കൻ പ്ലേറ്റ്, ചിക്കൻ മന്തി ഹാഫ്. വലിയ പാർസലാണല്ലോ. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വലിയ ദൂരമാണ്. ഇവിടെ കറക്റ്റ് 2.6 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ ഈ മുടുക്കിലാണ് വീട് വരുന്നത്. നമുക്ക് വണ്ടി സൈഡിൽ ഒതുക്കാം. ബാ, കൊണ്ട് കയറ്റി ആവശ്യമില്ലാതെ പണി കെട്ടും. വിളയ്ക്കാനും പറ്റില്ല, തിരിക്കാനും പറ്റില്ല. ഇപ്പോൾ അവിടെയാണോ? അല്ല, ഇവിടെ അല്ല, ആളെ മാറിപ്പോയി. കസ്റ്റമർ ഇവിടെ അതാ പറഞ്ഞ ആൾ അതാണെന്ന് തോന്നട്ടോ. ഒരു കൊച്ചുവാടി പറഞ്ഞു. ചുമ്മാ അടുത്ത് ഇറങ്ങി കൊടുത്തുള്ളതിൽ കറക്റ്റായിട്ട് ചോദിച്ചു കൊടു. എവിടെയാണോ? ഓക്കെ. പേയ്മെൻറ്റ് ഗൂഗിൾ പേ ക്യാഷാണോ? 862 രൂപ. ചില്ലറാണ് പ്രശ്നം കേട്ടോ. ചില്ലറ നോക്കട്ടുണ്ടാകുന്ന 1 മിനിറ്റ്. ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ? എൻ്റെ ചില്ലറ ഇല്ല. ബാക്കി 38 അങ്ങോട്ട് വരും. 38 രൂപ അങ്ങോട്ട് വരണോ? 100 രൂപ കൊടുത്ത് ഒരു 38 ബാലൻസ് ഉണ്ട്, കൊടുക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. പൈസ ബാക്കി തരാൻ വേണ്ടി 100 രൂപ കൊടുത്തായിരുന്നു. ഇതല്ലേ? അപ്പുറത്താ. സോറി. ഓക്കെ. കസ്റ്റമർ ആരും റോഡിൽ പോകണം ആരും ഒന്ന് മനസ്സിലാവണല്ലേ. എവിടെ നീ അവിടെ പോകണോ? നമ്പർ അയച്ചുതരാം. ബാക്കി നമ്പർ ഉണ്ടോ? ഈ അപ്പം അയച്ചുതരാം. 1 മിനിറ്റ്. തീർന്നല്ലോ. 81. ഓക്കെ, ശാന്തി കെവിൻ. ഓക്കെ. ബാങ്ക് പൈസ കൊടുത്തിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. ചില്ലറല്ലേ എന്ത് പാടെന്ന് പറയുമോ? സത്യം പറയാമല്ലോ, ചില്ലറത്തൊക്കെ പെട്ടുപോകും നമ്മൾ. 862 കറക്റ്റായി കൂട്ടി നോക്കി സുധീഷ് അന്നതുപോലെ കൊടുത്ത 100 നമുക്ക് നഷ്ടമായി പോയി. അതുകൊണ്ട് അപ്പോൾ 138 ബാലൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 32 രൂപ 84 പൈസയാണ്. ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ മണക്കാട് തന്നെ. അവിടെ പോയി നിൽക്കാൻ മണക്കാട് തിരുവല്ല. അന്ന് മണക്കാട് തിരുവല്ലായിരുന്നു, ഇന്ന് മണക്കാട് വലിയ ദൂരമൊക്കെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരേ ഏരിയയിൽ കറങ്ങും ബോറടിക്കുകയാണ്. കുറച്ച് മാറ്റി അടിച്ചതാണ് അന്ന്. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് ബാഫിൾ കാർട്ട്. ചെറിയ ഷോപ്പാണ് കേട്ടോ, കൊള്ളാം, ക്യൂട്ടായി കാണാൻ. സംഭവം റെഡി ആയിട്ടുണ്ട്. ഓർഡർ സൗണ്ട് വന്നു, സും വന്നു. റെഡിയായി. 46 അതെ. ഓക്കെ, 46 ചിക്കൻ ലോഡഡ് ഫ്രൈസ് പിക്ഡ് ഓർഡർ. ഫുൾ പുഷല്ല, തള്ളിക്കളയിൽ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ബിയാപ്പള്ളിയാണ്. ഇവിടുന്ന് കറക്റ്റ് 4.8 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 9 മണി ആയിട്ടുണ്ട്. ഇനി 3/4 മണിക്കൂർ സമയമുണ്ട് അല്ലേ? ഇനി ഒരു ഓർഡർ മതി. ഇൻസെൻറ്റീവ് അടിച്ചല്ലോ. പോകുന്ന വഴിക്ക് ഹൈവേ വർക്ക് കിടക്കുകയാണ്. അപ്പോൾ അതുവഴി കയറാൻ പറ്റില്ല, വേറെ റൂട്ട് വഴി കയറി പോകണം, സർവീസ് റോഡ് വഴി. നമ്മളതിനെ പരുത്തിക്കുഴി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് കയറി പോകാണ്ട്. റൈറ്റ് കയറാൻ പറ്റുമോ? മാപ്പിൽ റൈറ്റ് കാണിക്കുകയാണ്. കയറിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കയറിപ്പോൾ വിഷയങ്ങളൊന്നും ഇല്ല അല്ലേ?
ഓക്കെ, നീ ലെഫ്റ്റ് പോകണം ആ സർവീസ് റോഡ് കയറി. അപ്പോൾ ഈ സർവീസ് റോഡ് വഴി കറക്റ്റ് 2 കിലോമീറ്റർ പോകണം തോന്നുന്നു. ഇവിടെ വണ്ടി വരും കേട്ടോ, ഇപ്പോൾ ക്രോസ് ചെയ്ത്. പിന്നെ അതുവഴി വന്നാൽ മതിയായിരുന്നല്ലോ. ഈ മാപ്പ് മാപ്പേ കിടിയാണ്, നോക്കിയോ. ആ കുമരിച്ചന്ത കയറി വരായിരുന്നു ഈസി ആയിട്ട്. നമുക്കിനി കറങ്ങി പോകണം, വിധിയിരിക്കുന്നു, മാറ്റാൻ പറ്റും ആർക്കെങ്കിലും. ഇടയ്ക്കിടയ്ക്ക് ഓർഡർ അടിക്കുമായിരുന്നു. കഴിഞ്ഞ 1 മാസം കൂടെ ഓർഡർ ഇല്ല ഈ ഭാഗത്തൊന്നും. ഇപ്പം അടിച്ച് ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ കുറേ മാറ്റങ്ങൾ സംഭവിച്ചല്ലേ. റീച്ച് ലൊക്കേഷൻ, കോൾ കസ്റ്റമർ ജാസ്. ആ സൊമാറ്റോ ആണേ. ഞാൻ അവിടെ എത്തിയായിരുന്നു ലൊക്കേഷനിൽ. ഇവിടെ ഒരു കടയുണ്ട്, അവിടെ നിൽക്കുകയാണ് കടയുടെ അടുത്തായിട്ട്. കടയുടെ പേരെന്തോന്നു, ഫാത്തിമ സ്റ്റോർ ഉണ്ടൊക്കെയാണ്. മുടുക്കിനകത്ത് വെള്ള നീല പെയിൻറ്റോ അവിടെയാണോ? ശരി, ഇതാ വീട് കണ്ടുപിടിച്ച്. ഓർഡർ കൊടുത്താൽ മാത്രം മതി, വേറെ വിഷയമൊന്നുമില്ല. മുടുക്കിനകത്ത് വെള്ള നീല പെയിൻ്റ് അടിച്ച് വിടാ. ഇവിടെയാണോ? അവിടെ അല്ല, ഇവിടെയാണോ? ഓക്കെ, ഓർഡർ ഡെലിവർ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 47 രൂപ 80 പൈസയാണ്. മണി ഇപ്പോൾ 9:30 മണിയായി. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഗ്രീൻ പിസറി തന്നെ അടുത്ത ഓർഡർ കൊടുക്കും. ഓക്കെ, 2 ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എടുക്കാം. 9043 അവിടെ ഇത്. ഓക്കെ, 2 ഓർഡർ പിക്കിയിട്ടുണ്ട്. പോന്നാ, ഒന്ന് മണക്കാട്, ഒന്ന് വെള്ളയമ്പലം. കുഴപ്പമില്ല, ലൊക്കേഷൻ അങ്ങോട്ടായതുകൊണ്ട് വേറെ വിഷയമില്ല. നേരത്തെ കൊടുത്തിട്ട് വീട്ടിൽ പോകാം ആ വഴിക്ക്. അപ്പോൾ നമ്മൾ ആദ്യം പോകേണ്ട ലൊക്കേഷൻ മണക്കാടാണ്. ഇവിടുന്ന് കറക്റ്റ് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ആ ഓർഡർ കൊടുത്തതിന് ശേഷം വെള്ളയമ്പലം പോകണം. മണി ഇപ്പോൾ കറക്റ്റ് 9:45 ആയിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് സമയമേ കറക്റ്റ് ആർക്ക് ഈ ഓർഡറെല്ലാം കൊടുത്തു കഴിയുമ്പോൾ മണി 10 ആവും. അപ്പോഴത്തേക്ക് നേരെ വീട്ടിൽ പോയി ആഹാരം കഴിച്ച് TV കണ്ടിട്ട് ഒന്ന് ഉറങ്ങാം. അത്ര തന്നെ ദിവസമുള്ള റൊട്ടീൻ കാര്യങ്ങളല്ലേ, ചുമ്മാ വരേണ്ട ആവശ്യമില്ല. എപ്പോഴും സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് ഒന്ന് മാറ്റിപ്പിടിക്കണം ഭയങ്കര ആഗ്രഹമാണ്. വേറെ എന്തെങ്കിലും പുതിയ കണ്ടന്റ് ചെയ്യണം. അതായത് ലോറി ഡ്രൈവറിന് കൂടെ അങ്ങ് ക്ലിയായിട്ട് പോകണം. അവരുടെ ലൈഫ് സ്റ്റോറി കാണിക്കണം. അവിടുത്തെ ആ ഒരു ജോലി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കാണിക്കാൻ ആഗ്രഹമുണ്ട്. അതേപോലെ KSRTC ബസ് ഓടുന്ന അവരുടെ ലൈഫ് സ്റ്റോറി കാണിക്കാൻ ആഗ്രഹമുണ്ട്. അതായത് ഇതുപോലെ ട്രാവലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ലൈഫ് സ്റ്റോറി ഒന്ന് കാണിച്ച് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതാകുമ്പോൾ നമുക്ക് ട്രാവലിംഗ് കിട്ടും, ഒരു പുതിയ കണ്ടന്റും കിട്ടും, ഒരു പുതിയ എക്സ്പീരിയൻസും ആയിരിക്കും. ലൊക്കേഷൻ എത്തിയാൽ സൂക്ഷിച്ച് നോക്ക്. പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടി എത്താറ് ഇവിടെ. ഇത് നേരെ കാണുന്ന വീടാണ് കാണിക്കണം മാപ്പിൽ. അത് തന്നെ. ഇതിൽ ഏത് വീടാണ് കസ്റ്റമർ വീട്? ഹലോ, സൊമാറ്റോ ആണേ. സിംഗർ ചിക്കൻ ബർഗർ, ക്രീമി ചിക്കൻ പിസ്സ. ഓക്കെ, പേയ്മെൻറ്റ് പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട്. ഓക്കെ, പോന്നാ. അപ്പോൾ ഓക്കെ, പോന്നാ. അങ്ങനെ മൾട്ടി ഓർഡറിൽ ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അടുത്ത് കൊടുക്കേണ്ട ഓർഡർ വെള്ളയമ്പലമാണ്. ഇതിന് കറക്റ്റ് 5.4 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ, ലൊക്കേഷൻ തറായി. ഈ കാണുന്ന ഫ്ലാറ്റാണ് കേട്ടോ പോകേണ്ടത്. ഹോറിസൺ പാർക്കിൽ. ഇവിടെ കൊണ്ട് വണ്ടി വയ്ക്കാൻ സ്ഥലമുണ്ടോ? വണ്ടി വയ്ക്കാൻ സ്ഥലമായിട്ടില്ല, ഫുള്ളാക്കി കിടക്കുകയാണല്ലോ. വിളി വെച്ചാലോ? നല്ലത്. ഈ സൈഡിൽ വയ്ക്കാം. വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. കസ്റ്റമർ നേരിട്ട് വന്ന്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 80 രൂപ 87 പൈസയാണ്. അപ്പം ഇന്നത്തെ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മൊത്തം പേയ്മെൻറ്റ് എത്രയാണ് പറയണ്ടേ? അപ്പോൾ ഇന്ന് കിട്ടിയ മൊത്തം പേയ്മെൻറ്റ് 485 രൂപ 86 പൈസയാണ്. ഓക്കെ, അത്ര തന്നെ. സൂപ്പർ. ഒരു ചെറിയ പ്രശ്നം കേട്ടോ, ബൈക്കിന് ടയർ വന്നിട്ട് ഒരു കോട്ടം പോലെ. ടയർ പുതിയത് മാറ്റിയാണ്. ആദ്യം കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം ഒന്ന് തുടങ്ങിയത്. ചെറിയ കോട്ടം വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് ഫീൽ ആവുന്നുണ്ട്. ഇതിൻ്റെ തോന്നലാണ്, അതാ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിഞ്ഞൂടാ. അതായത് ഈ ടയർ കട്ട ഇടുമ്പോഴേ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയും. പക്ഷേ ഇത് പുതിയ ഒറിജിനൽ ടയറല്ലേ, ഇങ്ങനെ വരാൻ പാടില്ലല്ലോ അല്ലേ. ചെറിയൊരു കോട്ടം പോലെ കേട്ടാ. കോട്ടം ഉണ്ടാ? എനിക്കൊന്നും കാണാൻ പറ്റണില്ല. കോട്ടമായിട്ട് തോന്നുന്നില്ല. സൈഡ് നോക്കിയാ. വണ്ടി ബാഗ് ഒരു പഞ്ചറായ പോലെ ഫീൽ ചെയ്യും. ഒരുമാതിരി കാറ്റൊക്കെ ഉണ്ട്. പുതിയ ടയർ മാറ്റിയാണ്. ബെയറിംഗ് ആയിരിക്കുമോ? ആട്ടം ഉണ്ടോ? ടയർ പുതിയ മാറ്റിയായിരുന്നു. ഇപ്പോൾ ഓടിച്ച ആ ടയർ മാറ്റിയ സമയത്ത് കുഴപ്പമില്ലായിരുന്നു. ബാക്ക് കിടന്നൊരു ചെറിയ ആട്ടം പോലെ ഒരുമാതിരി. പഞ്ചറാകുമ്പോൾ ഓടിക്കില്ല, അത് ആ ഫീലാണ്. നാളെ പോയി ആ ടയർ ഷോപ്പ് കൊണ്ട് കാണിക്കണം എന്താ സംഭവം എന്നുള്ളത്. എന്തെങ്കിലും ബെയറിംഗ് പോയതാണോ, ടയറിന് എന്തെങ്കിലും കോട്ടം ഉണ്ടോ എന്ന് അറിഞ്ഞൂടല്ലോ എന്താണ് സംഭവം എന്നുള്ളത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് നമുക്ക് തോന്നിയായിരിക്കും. യൂട്യൂബറായി. നീ എവിടെ പറ്റി വർക്ക് ചെയ്യണം? ഞാൻ കടയിട്ടുണ്ട്. അവിടെ അച്ഛൻ്റെ കടയുണ്ട്. അച്ഛൻ്റെ കട. ഇത് എത്ര മണിയില്ല? ഇത് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യും 6 to 10 വൈകിട്ട്. ഇല്ല, ഓഫായി. ചാർജ് ഇല്ല. എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, ചാർജ് എന്തെങ്കിലും ക്യാമറ ഒന്നും ഓണല്ല. ക്യാഷേ ഉള്ളൂ, ചില്ലറ കുറവായി. ഓണായിട്ടെ ക്യാമറ കൊള്ളാലോ. ക്യാമറ ഓണായി. ഞാൻ ഓഫാക്കിയത് സംഭവം കൊള്ളാലോ. അപ്പം വിളിച്ചു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ക്യാമറ ഓണാണ്. ഓക്കെ, പോട്ടെ. ഗുഡ് നൈറ്റ്. ശരി. ലഗേജ് കൂടുതലാണ്. മലക്കറി ഉണ്ട്, പാല്, മുട്ട എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ ആവാറായിട്ടുണ്ട്. എൻ്റെ ആയി കഴിഞ്ഞ് ഇന്നലെ എൻ്റെ മറന്നുപോയി. അപ്പോൾ ഇന്ന് ബാക്കി എൻ്റെ വിചാരിച്ച്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് കംപ്ലീറ്റ് ഒരു ഇൻകംപ്ലീറ്റ് ആണ്. അതിൻ്റെ മെയിൻ കാരണം കുറേ അടുത്ത് വോയിസ് റെക്കോർഡ് ആയിട്ടില്ല. മൈക്കിൻ്റെ കംപ്ലൈൻ്റ് ആണ്, അതാ മൈക്ക് അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആണ്, അതാ ക്യാമറ കംപ്ലൈൻ്റ് അറിഞ്ഞൂടാ. കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. അത് നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ആപ്പാടാ എന്താ പറയുക, ഒരു സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് ഇടൂലായിരുന്നു. പിന്നെ എന്തായാലും എടുത്ത് പോയി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടല്ലോ. ഓക്കെ, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. അപ്പം ഒരു കാര്യം പറയാനുണ്ട് മെയിനായിട്ട്. എല്ലാ വ്ളോഗിലും പറയില്ല, ചില വ്ളോഗിലും പറയും നമ്മളിങ്ങനെ. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ സ്ഥലം കിള്ളിപ്പാല പുത്തൻകോട്ടയിൽ 2 സെൻറ്റ് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. സ്ഥലവും വീടും ഉണ്ട്. വീടിന് വാല്യൂ ഇല്ല, സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ Instagram ID ഉണ്ട്, KLTN വ്ളോഗ് അടിച്ചാൽ മതി. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റേറ്റിംഗ് കാര്യങ്ങൾ പറഞ്ഞുതരാം. പെട്ടെന്ന് സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറേ ആവശ്യമുണ്ട്. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആവശ്യമുണ്ട്.
എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർക്കും എനിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊള്ളായിരുന്നു. ആർക്കെങ്കിലും സിറ്റിക്കകത്ത് കിള്ളിപ്പാലമോ ആ ഭാഗത്ത് സ്ഥലം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. 2 സെന്റ് സ്ഥലമാണ്. ഓക്കെ, അത്ര തന്നെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടക്കി നിൽക്കണം. ഒന്നുകൂടി സോറി പറഞ്ഞേക്കാൻ, ഇന്നത്തെ വ്ളോഗ് അത്ര പോരാ. പിന്നെ നിങ്ങളൊക്കെ ഒന്ന് നമ്മളാക്കാറില്ലേ?